കേരള രാഷ്ട്രീയത്തിലെ ഒരു വളരെ വേറിട്ട വ്യക്തിത്വമാണ് വി.എം. സുധീരൻ്റേത്. അദ്ദേഹത്തെ പൊതുവെ നമ്മൾ മലയാളികളെ അങ്ങേറ്റം ആദരവോടുകൂടി തന്നെയാണ് വി.എം. സുധീരനെ കാണാറുള്ളത്. കാരണം എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെതായ ചില നിലപാടുകളുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ആദർശങ്ങളുണ്ട്. അതിലെന്നും അദ്ദേഹം ഉറച്ചു തന്നെ നിന്നിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഒരു വാർത്ത വരുന്നുണ്ടായിരുന്നു, സാധാരണ മലയാളികളിൽ മറ്റു പലരും വരുന്നുണ്ടായിരുന്നു. വി.എം. സുധീരൻ അടുത്ത ഭരണ പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനാകും. ആ സ്ഥാനത്തിന് വേണ്ടി തർക്കം നടക്കുന്നുണ്ട്. എം.കെ. മുനീറിന് വേണ്ടി ലീഗ് ഇറങ്ങുന്നു, പി.എ. ജോസഫിന് വേണ്ടി കേരള കോൺഗ്രസ് ഇറങ്ങുന്നു. പക്ഷേ കോൺഗ്രസ്സുകാർ പറയുന്നത് വി.എം. സുധീരനെ ആ പദവിയിലേക്ക് കൊണ്ടുവരണമെന്നൊക്കെ ആയിരുന്നു. ഏതായാലും അതിനെല്ലാം ഒരു വിരാമം ഇട്ടുകൊണ്ട് വി.എം. സുധീരൻ തന്നെ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നു, ഞാനൊരു പദവിയിലത്തേക്കും ഇല്ല എന്ന് തന്നെ. അത് കോൺഗ്രസ്സുകാരിലെ ഏറെ വ്യത്യസ്തനാക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇത്തരം നിലപാട് തന്നെയാണെന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം നമ്മൾ ഈ കോൺഗ്രസ്സുകാരെ കണ്ടിട്ടുള്ളതിൽ അവർ അധികാരം, സ്ഥാനം, അത്തരത്തിൽ എല്ലാത്തിനും വേണ്ടി മരണം വരെ മരിക്കുമ്പോഴും സ്ഥാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷവും. അതിന് എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെ അത്തരത്തിൽ അങ്ങനെയുള്ള ഒരു പാർട്ടിയിലെ നേതാവാണ് ഇത്തരത്തിൽ എനിക്ക് വേണ്ട നോ എന്ന് തീർത്ത് പറയാൻ നിലപാടെടുക്കുക എന്ന് പറയുന്നത് അത് ഒരു നല്ല തീരുമാനം തന്നെയാണ്. വി.എം. സുധീരൻ തന്നെ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ അന്ന് ഈ ആർ ശങ്കരനെ പോലുള്ള ആളുകൾ കോൺഗ്രസിൻ്റെ വലിയ പദവി ഇരിക്കുന്ന സമയത്ത് ഇവർ അന്ന് യൂത്ത് കോൺഗ്രസ്, KSU യൂത്ത് കോൺഗ്രസിലൊക്കെ ഉള്ള ചെറുപ്പക്കാരായ ആളുകൾ അവരോട് ആവശ്യപ്പെട്ടിരുന്നു, നിങ്ങൾ ഈ കടൽക്കിഴവന്മാരൊക്കെ ഇവിടെ അങ്ങോട്ട് മാറി തരണം, കാരണം ഞങ്ങൾ ഇനി അങ്ങോട്ട് കടന്നിരിക്കുമെന്ന്. യൂത്ത് കോൺഗ്രസിൻ്റെ വളരെ ഇവർ ശിഷ്യന്മാരാണല്ലോ ഇവരെല്ലാവരും. അന്ന് പറഞ്ഞപ്പോൾ അന്ന് ആർ ശങ്കരൻ്റെ വയസ്സ് 58-59 ഉള്ളൂ. അവരെല്ലാം ഒഴിഞ്ഞു കൊടുത്തു, ഇവരെല്ലാം പിടിച്ച് സ്ഥാനങ്ങളിലിരുത്തി. പക്ഷേ ഇന്ന് എത്ര നേതാക്കൾ അതിന് തയ്യാറാവുന്നു എന്നുള്ളതാണ്. 90 വയസ്സായാലും കസേര വിടാതെ എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടിയാൽ കടിച്ചു പിടിച്ചിരുന്ന് കൊണ്ടുപോകുക എന്നുള്ള ആഗ്രഹം MP ആയി MLA ആയി മന്ത്രിയൊക്കെ ആഗ്രഹം തീരാത്ത എത്രയോ പേരുണ്ട്. വി.എം. സുധീരൻ്റെ രാഷ്ട്രീയ ചരിത്രം നമ്മളിങ്ങനെ എടുത്തു നോക്കും. അദ്ദേഹം 1977 ആദ്യമായിട്ട് പാർലമെൻറ്റ് അംഗമാകുന്നത്. ആലപ്പുഴയിൽ നിന്നാണ് അദ്ദേഹം പാർലമെൻറ്റ് അംഗമാകുന്നത്. അങ്ങനെ അദ്ദേഹം 77 MP ആവുന്നു. തീരദേശ റെയിൽവേ കൊണ്ടുവരുന്നതിന് ഏറ്റവും വലിയ പങ്കുവച്ചാലാണ് വി.എം. സുധീരൻ. നമ്മളിന്ന് ആലപ്പുഴ ട്രെയിനിൽ പോകുമ്പോൾ നമ്മൾ നന്ദിയോടെ ഓർക്കേണ്ട ഒരാൾ വി.എം. സുധീരനാണ്. അന്നത്തെ മൊറാർജി ദേശായി സർക്കാർ ഇതിന് പറ്റില്ല എന്ന് പറഞ്ഞപ്പം നിരാഹാരം കിടക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അവിടെ ഡൽഹിയിൽ വി.എം. സുധീരൻ നിരാഹാരം കിടക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് കേരളത്തിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്നു PKV ആയിരുന്നു. PKV നേരെ ഡൽഹിയിലെത്തി അവിടുത്തെ കേന്ദ്രമന്ത്രിമാർ ചർച്ച നടത്തി. കാര്യം ഇയാളെ സ്വഭാവം വെച്ച് ഇയാൾ നിരാഹാരം കിടക്കാൻ വെച്ച് ഡൽഹിയിൽ കൊടും തണുപ്പുള്ള സമയവുമാണ്. അങ്ങനെ അവരെല്ലാവരും പറഞ്ഞ് അങ്ങനെ ശക്തമായ സമ്മർദ്ദത്തിൻ്റെ മേലാണ് ഈ തീരദേശ റെയിൽവേ എന്നുള്ള സ്വപ്ന യാഥാർത്ഥ്യമാകുന്നതിൽ വി.എം. സുധീരൻ എന്നുള്ള MP വഹിച്ച പങ്ക് വളരെ വലുതാണ്. പിന്നെ അതേ 80 അദ്ദേഹം MLA അസംബ്ലിയിൽ അദ്ദേഹം MLA ആകുന്നു, മണലൂരിൽ നിന്ന് MLA ആകുന്നു. പിന്നീട് 80, 82, 87, 91 കാലഘട്ടങ്ങളിൽ അദ്ദേഹം MLA ആയിരുന്നു. ഇതിൽ അദ്ദേഹം 84 വക്കം പുരുഷോത്തമൻ അസംബ്ലി സ്പീക്കർ സ്ഥാനം രാജിവെച്ചപ്പോൾ അദ്ദേഹം സ്പീക്കറാകുന്നു. 87 വരെ സ്പീക്കറായിരുന്നു. പിന്നീട് A.K. ആൻ്റണി ഈ കർണാടക മന്ത്രിസഭ രാജിവെച്ച് A.K. ആൻ്റണി മുഖ്യമന്ത്രിയായ ഒരു ഹ്രസ്വകാലഘട്ടം അദ്ദേഹം കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയായിരുന്നു. 96 മുതൽ അദ്ദേഹം പിന്നെ പാർലമെൻറ്റ് അംഗമായി മാറുകയായിരുന്നു. ലോക്സഭയിലേക്ക് വീണ്ടും ആലപ്പുഴയിൽ മത്സരം ജയിക്കുന്നു. 2004 അദ്ദേഹത്തിന് ഒരു ആഭരണം കൊണ്ട് നിർത്തി കൊടുക്കുന്നു, B.S. സുധീരൻ എന്ന് പറഞ്ഞ്. അയാളൊരു 9,000-10,000 വോട്ട് പിടിക്കുന്നു. 1000 താഴെ വോട്ടിന് വി.എം. സുധീരൻ പരാജയപ്പെടുന്നു. പിന്നീട് അദ്ദേഹം ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിനെ മത്സരിച്ചിട്ടില്ല. അദ്ദേഹം അന്ന് പറഞ്ഞു പാർലമെൻ്ററി പരിപാടി അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ അത്രയ്ക്കും ധൈര്യമുണ്ട്. അങ്ങനെ ഒരു സ്വന്തമായിട്ടൊരു നിലപാടെടുക്കുക എന്നുള്ളത് അത് വലിയ കാര്യം തന്നെയാണ്. വലിയ കാര്യമാണ്. ഒരു മന്ത്രി അല്ലെങ്കിൽ പദവി ഇപ്പോൾ പറയുന്ന സ്ഥാനം ഇതാണ് ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം. ശരിക്കും ആദ്യം വന്നത് BJ തങ്കപ്പനായിരുന്നു. 96 നായനാർ മന്ത്രിസഭയുടെ കാലത്താണെന്നാണ് തോന്നുന്നത്. അതെ, ഈ ഭരണപരിഷ്കരണ കമ്മീഷൻ. പക്ഷേ അന്ന് ക്യാബിനറ്റ് റാങ്കൊന്നുമില്ല. BJ തങ്കപ്പൻ മുൻ മന്ത്രിയായിരുന്ന ആളാണ് അദ്ദേഹം 87. അദ്ദേഹം പക്ഷേ നല്ല ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ. അദ്ദേഹം ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. പിന്നീട് ഇത് VS-നെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ഈ പദവി തിരിച്ചു കൊണ്ടുവരികയും അതിന് ക്യാബിനറ്റ് റാങ്ക് കൊടുക്കുകയും ചെയ്തത്. കാരണം VS-നെ കാണിച്ചാണല്ലോ 2016 ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് VS-നെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിലും ക്യാബിനറ്റ് റാങ്കുള്ള ഈ ഒരു പദവി അദ്ദേഹത്തിന് നൽകി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യമൊക്കെ പ്രായാധിക്യമൊക്കെ വന്നിരുന്നു. അദ്ദേഹത്തിന് ശരിയായ ഇതിൽ കോൺട്രിബ്യൂഷൻ നൽകാൻ കഴിഞ്ഞോ എന്ന് സംശയമാണ്. ഇപ്പോൾ അതുപോലെ ഈ മന്ത്രിസഭയിൽ ഭരണപരിഷ്കരണ കമ്മീഷൻ സ്ഥാനം വേണമെന്ന് പലരും ആവശ്യപ്പെടുന്നുണ്ട്, മുതിർന്ന നേതാക്കൾ. അതിൽ വി.എം. സുധീരൻ്റെ പേരിനാണ് പ്രാമുഖ്യം ഉണ്ടായിരുന്നത്. ഏതായാലും വി.എം. സുധീരൻ അർദ്ധസംഖ്യക്കിടയില്ലാതെ തൻ്റെ നിലപാട് വ്യക്തമാക്കി. ഇപ്പോൾ ഈ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുന്ന അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു പക്ഷേ അദ്ദേഹം ഒന്നുകൂടി ചിന്തിച്ച് ഒന്നുകൂടി മത്സരിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ തീർച്ചയായും ജയിക്കുമായിരുന്നില്ലേ? സംശയം ഉണ്ട് അക്കാര്യത്തിൽ. ഇപ്പോൾ 2004 പാർലമെൻറ്റ് ഇലക്ഷനെ തോറ്റു എന്ന് പറഞ്ഞു. 2006 അസംബ്ലി മത്സരിച്ച് അദ്ദേഹം ജയിക്കുമായിരുന്നു. അല്ലെങ്കിൽ 2009 പാർലമെൻറ്റ് മത്സരിച്ച് അദ്ദേഹം ജയിക്കുമായിരുന്നു. അന്ന് അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയ ഡോക്ടർ KS മനോജ് CPM-ൽ നിന്ന് വന്ന ആൾ പിന്നീട് കോൺഗ്രസ് ചേർന്നു. അതാണ് രസകരമായ കാര്യം. വി.എം. സുധീരന് സുഖമല്ലേ, എളുപ്പമല്ലേ, സുധീരന് എവിടെ നിന്നാലും ജയിക്കാമായിരുന്നു.
ഇപ്പോൾ 84-87 കാലഘട്ടത്തിൽ അദ്ദേഹം സ്പീക്കറായിരുന്ന സമയത്ത് അന്ന് മുഖ്യമന്ത്രി കരുണാകരനായിരുന്നല്ലോ. അന്ന് കരുണാകരനും മുഖ്യമന്ത്രിയും സ്പീക്കറും തമ്മിൽ പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസം നിലനിന്നിരുന്നു. സ്പീക്കർ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. വി എം സുധീരൻ ഞാൻ കോൺഗ്രസ്സുകാരനാണ്, അതുകൊണ്ട് ഞാൻ കോൺഗ്രസിന് അനുകൂല നിലപാടെടുക്കുമെന്നുള്ള ആ ഒരു നിലയായിരുന്നില്ല. അദ്ദേഹം കെ കരുണാകരൻ്റെ പല കാര്യങ്ങളും അത് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. കരുണാകരൻ്റെ രീതി നമുക്കറിയാം, അദ്ദേഹം പ്രത്യേക ഒരു രീതിയിൽ കൊണ്ടുപോകുന്ന ഒരാളാണ്. പിന്നീട് 91 മന്ത്രിസഭ വന്നപ്പോൾ, UDF മന്ത്രിസഭ വന്നപ്പോൾ അതിൽ ഏക്കാൻ എഴുതി കൊടുത്ത പേരുകളിൽ കെ കരുണാകരൻ വെട്ടിയ ഒരു പേര് എം സുധീരനായിരുന്നു. വി എം സുധീരൻ മന്ത്രിയാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. സുധീരൻ ഒരു എതിർപ്പും പരസ്യം പ്രകടിപ്പിച്ചില്ല. അദ്ദേഹം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത് പല നേതാക്കന്മാർ വരെ കരഞ്ഞുകൊണ്ട് വീട്ടിൽ കിടക്കുകയും ചെയ്യില്ല. അദ്ദേഹം വന്നാൽ കുഴപ്പമൊന്നുമില്ല. പിന്നീട് 95-ലാണെന്ന് തോന്നുന്നു AK മുഖ്യമന്ത്രി കുറഞ്ഞ കാലം ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം ആരോഗ്യമന്ത്രിയായിരുന്നു. കേരളം കണ്ട ഏറ്റവും നല്ല ആരോഗ്യമന്ത്രിയായി ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹത്തിൻ്റെ തെളിയിക്കാൻ കഴിഞ്ഞു. എനിക്കിപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, അദ്ദേഹം 2004 അങ്ങനെ തീരുമാനം എടുക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അദ്ദേഹം ഒരു നല്ല ഏതെങ്കിലും വകുപ്പിൻ്റെ മന്ത്രിയായി അന്ന് അദ്ദേഹം ആ തീരുമാനം എടുത്ത സമയത്ത് പറഞ്ഞിരിക്കുന്ന യുവാക്കൾ കൂടുതൽ മുൻനിരയിലേക്ക് വരട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഏത് യുവാക്കളെക്കാളും അദ്ദേഹം വന്നിരുന്നുവെങ്കിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു മന്ത്രി എന്നുള്ളതിൽ. സത്യം പറഞ്ഞാൽ കേരളത്തിന് മുഖ്യമന്ത്രി ആവാൻ എല്ലാ അർഹതയുള്ള ആളാണ് വി എം സുധീരൻ. പക്ഷേ അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞ് എനിക്കിതൊന്നും സാധനം വേണ്ട എന്ന് പറഞ്ഞ് മാറി. പിന്നെ അദ്ദേഹം KPC പ്രസിഡന്റ് ആയി എന്നുള്ളത് അതിലേക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു അല്ല ഔദ്യോഗിക പദവിയല്ലല്ലോ, പാർട്ടിയുടെ പ്രസ്ഥാനത്തിന്. അതിന് കേരളത്തിൻ്റെ KPC പ്രസിഡന്റ് ആയിരിക്കുക എന്ന് പറയുമ്പോൾ അന്നും അദ്ദേഹം ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന ഒരാളാണ്. പലപ്പോഴും ഉമ്മൻചാണ്ടിയായിട്ടൊക്കെ അല്ലെങ്കിൽ വലിയൊരു ഭാഗം കോൺഗ്രസ്സുകാരായിട്ട് അദ്ദേഹം പലപ്പോഴും ഏറ്റുമുട്ടേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല സംഘടനാപരമായിട്ടാണേലും ഇതിൻ്റെ നേതൃസ്ഥാനത്ത് വരേണ്ടതെന്നും മിടുക്കരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് എന്നുള്ളൊരു നിലപാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ സ്ട്രോങ് നിലപാട് വേണമെന്നാണല്ലേ അദ്ദേഹം അന്ന് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരുന്നൊക്കെ തന്നെ അതുപോലെ മിടുക്കന്മാർ. അവിടെയാണ് നമ്മൾ ഇതിപ്പോൾ തിരിച്ചറിയും. ഇപ്പോഴും നല്ല എന്നും ഈ ഗ്രൂപ്പിസം പ്രമാണിച്ച് ഏതെങ്കിലും ഒരാൾക്ക് പിടിച്ച് ഏൽപ്പിക്കുന്ന സ്ഥാനത്തിൽ നിന്ന് അത്തരം ഒരു നിലപാട് സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ളൊരു കാര്യമല്ല. അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക നമുക്കറിയാം. ഒരു മന്ത്രിയായാൽ അല്ലെങ്കിൽ ഒരു വലിയ സ്പീക്കറൊക്കെ കിട്ടുമ്പോൾ അവർക്ക് ഒരു ആ അധികാരത്തിൻ്റെ ഒരു ശീതളച്ഛായ ഉണ്ടല്ലോ, അത് വേണ്ടാന്ന് വയ്ക്കാൻ വളരെ അപൂർവം പേർക്ക് കേരളത്തിൽ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ നെടുമങ്ങാട് MLA ആയിരുന്നു KV സുരേന്ദ്രൻ, അത് CP. അദ്ദേഹത്തിൻ്റെ മന്ത്രിയാവാൻ 57 ഓഫർ അദ്ദേഹം മന്ത്രിയാവണ്ടെന്ന് പറഞ്ഞു. എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ അപൂർവം പേരേ ഉള്ളൂ. യഥാർത്ഥ ജനസേവകർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് എത്രയോ പേരുണ്ട്. മന്ത്രിയാവാൻ പറ്റും, മന്ത്രിയാകാൻ വിളിക്കുമ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ് എത്രയോ പേരുണ്ട്. ഓരോരുത്തർ മന്ത്രിയാവാൻ വേണ്ടി കടന്ന് കാണിക്കുന്ന അഭ്യാസങ്ങൾ നമ്മൾ കാണുമ്പോൾ വി എം സുധീരനെയൊക്കെ സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ ഒരു അത്ഭുതത്തോടെ നോക്കേണ്ട വ്യക്തിത്വമാണ് അദ്ദേഹമൊക്കെ. ഇതിനൊന്നും പോകാതെ അദ്ദേഹം തൻ്റേതായ മാർഗത്തിൽ പോകുന്നു. അദ്ദേഹം പക്ഷേ കോൺഗ്രസ്സിൽ അദ്ദേഹം ഒരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. തൻ്റെ നിലപാട് എവിടെ അദ്ദേഹം വ്യക്തമാക്കും. പക്ഷേ ചില ഘട്ടങ്ങളിൽ ചില ഘട്ടങ്ങളിൽ കോൺഗ്രസ് ഒരു പാർട്ടി സംവിധാനം എന്നുള്ള പാർട്ടി അല്ലല്ലോ, ഒരു CPM പോലത്തെ അങ്ങനത്തെ ഒരു സംഘടനാ ചട്ടക്കൂടുള്ള പാർട്ടിയല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും അദ്ദേഹം പറയുന്ന അഭിപ്രായ പ്രകടനങ്ങൾക്ക് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ വലിയതുപോലെ എതിർപ്പ് വരികയും വലിയ പ്രശ്നങ്ങളിൽ പ്രതിസന്ധിയിലൊക്കെ എത്തുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ബാറുകളുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. അത് വല്ലാത്തൊരു പ്രതിസന്ധിയിൽ കൊണ്ടുവന്ന് എത്തിച്ച ആ മന്ത്രിസഭയെ വി എം സുധീരനെതിരെ അതിരൂക്ഷമായ വിമർശനം ഇപ്പോഴും പല കോൺഗ്രസ്സുകാരും സോഷ്യൽ മീഡിയയിലൊക്കെ ഉയർത്തുന്നുണ്ട്. അത് ഉമ്മൻചാണ്ടി മന്ത്രിസഭയ്ക്ക് ഒരു ടൈം കൂടെ കിട്ടാതെ പോയതിൻ്റെ കാരണക്കാരൻ വി എം സുധീരനാണെന്നൊക്കെ പറഞ്ഞ് പലരും വലിയ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ എന്താണെങ്കിലും എനിക്ക് എല്ലാം ഈ എനിക്ക് വേണമെന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ആർജവം കാണിക്കാൻ വളരെ അപൂർവം പേർക്ക് സാധിക്കുള്ളൂ. ഒരുപക്ഷെ ഈ പറയുന്ന 3 പേരെയും വെച്ച് നോക്കിയിരുന്നെങ്കിൽ യോഗ്യനും വി എം സുധീരൻ തന്നെയാണ്. വി എം സുധീരൻ തന്നെയാണ്. അത് അദ്ദേഹം ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാനാണെങ്കിൽ എന്തെങ്കിലും വലിയതുള്ള മാറ്റങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നേനെ. ഒരുപക്ഷെ അദ്ദേഹം താൻ പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടി ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചിരിക്കുകയായിരിക്കും. ഞാൻ ഒരു സ്ഥാനം സ്വീകരിക്കില്ല എന്ന് പണ്ട് 2004 പ്രഖ്യാപിച്ചപ്പോൾ കൊല്ലം എത്രയായിപ്പോൾ 22 വർഷമായി. 22 വർഷമായി വി എം സുധീരൻ യാതൊരു തരത്തിലുള്ള പാർലമെൻ്ററി സ്ഥാനങ്ങൾ സ്വീകരിക്കാതെ പോവുകയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം 77 മുതൽ 2004 വരെ ഇടവേളയില്ലാതെ സ്ഥാനങ്ങൾ ഉണ്ടായിരുന്ന ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം തൃപ്തനാണ്. അദ്ദേഹം പിന്നെ അങ്ങോട്ട് സ്ഥാനത്ത് സ്വീകരിക്കാൻ പോയില്ല. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഏതായാലും വി എം സുധീരൻ ഈ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളത് മറ്റ് നമ്മുടെ നാട്ടിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കടിപിടി കൂടുന്ന അതിന് വേണ്ടി നെട്ടോട്ട് ഓടുന്ന നമ്മുടെ നാട്ടിൽ പല നേതാക്കന്മാരും കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ്.